ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് മാനസിക വൈകല്യമുള്ള കാശ്മീരി യുവാവിനെ കണ്ടെത്തിയ സംഭവത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ. തൃശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിനെ കശ്മീർ പോലീസും ബന്ധുവുമെത്തി നാട്ടിലേക്ക് കൊണ്ടുപോയി. മുഷ്താഖ് അഹമ്മദ് പണ്ഡിറ്റ് എന്ന 45 വയസ്സുള്ള ബിലാൽ പണ്ഡിറ്റിനെയാണ് കഴിഞ്ഞ 21-ന് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കണ്ടെത്തിയത്. ഭക്തർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കരുതൽ തടങ്കലിലാക്കി. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇയാൾ മാനസിക രോഗിയാണെന്നും ഇയാളെ കാണാനില്ലെന്ന് ബന്ധുക്കൾ നൗഗാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ടെമ്പിൾ പോലീസ് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം ഇയാളെ തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നൗഗാം SI രവീന്ദർ സിംഗ്, മുസ്താഖിന്റെ അച്ഛന്റെ സഹോദരന്റെ മകൻ ഷെബീർ അഹമ്മദ് പണ്ഡിറ്റ് എന്നിവരാണ് ഗുരുവായൂരിലെത്തിയത്. തൃശൂർ റേഞ്ച് DIG T നാരായണൻ, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, ഗുരുവായൂർ ടെമ്പിൾ SHO വിനോദ് വലിയാട്ടൂർ എന്നിവർ ഇവരുമായി സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഗുരുവായൂരിൽ തീവ്രവാദി എത്തിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായും കാശ്മീർ പോലീസുമായും ബന്ധപ്പെട്ടതിൽ നിന്നും തീവ്രവാദ ബന്ധമൊന്നുമില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തെ നമ്മൾ വെരിഫൈ ചെയ്തു. അദ്ദേഹം കശ്മീരിക്കാരനാണ്. അവിടുത്തെ കുറച്ച് മെന്റൽ അസുഖമായിട്ടുള്ള തോന്നുന്നതാണ്. അദ്ദേഹത്തിന് അവിടുത്തെ വീട് വിട്ടിട്ട് കറങ്ങി നടക്കുന്നതാണ്. നമ്മൾ ഫാമിലി കോൺടാക്ട് ചെയ്തു, അവിടുത്തെ ലോക്കൽ പോലീസ് കോൺടാക്ട് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ ആൻറ്റിസിഡൻറ്റ് നമ്പർ വെരിഫൈ ചെയ്തു. അതിൽ അങ്ങനെ ഇവർക്ക് ഒരു റാഡിക്കലായിട്ടുള്ള ഒരു എലിമെൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല നമുക്ക്. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് മാനസിക അസ്വസ്ഥതയുള്ളത് കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ കുപ്വാര സ്വദേശിയായ മുസ്താഖ് വൈദ്യുതി വിഭാഗം ജീവനക്കാരനായിരുന്നു. അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്തിൽ ഇയാൾ 2011-ൽ ഭാര്യയെ കൊലപ്പെടുത്തുകയും 12 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ച ഇയാൾ രാജ്യം മുഴുവൻ കറങ്ങി നടക്കുകയായിരുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറിയിറങ്ങുന്ന ഇയാൾ മലപ്പുറം ജില്ലയിലെ ഷഹബാസ് ഷരീഫ് ദർഗയിൽ നിന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിനെ കുറിച്ച് അറിയുന്നത്. മാർച്ച് 19 വരെ ഇയാൾ ബന്ധുക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ SHO വിനോദ് വലിയാട്ടൂർ പറഞ്ഞു. കാശ്മീരിൽ നൗഗാം എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഇയാളുടെ വീട്. അപ്പോൾ പൂർണ്ണമായിട്ട് പോലീസ് അതിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ നൗഗാമിൽ വെച്ചിട്ട് ഇയാള് ഭാര്യയെ 2011-ൽ ഒരു മർഡർ കേസ് ഉണ്ട്, ചില ഫാമിലി പ്രശ്നങ്ങളുടെ മുകളിലാണ്. അതിനുശേഷം ഇയാൾ അവിടെ സെൻട്രൽ ജയിലിൽ കിടക്കുകയായിരുന്നു. അവിടെ വെച്ച് ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ വന്നു എന്നും പിന്നീട് മാനസിക രോഗിയായിട്ട് അലഞ്ഞു തിരികെയായിരുന്നു. TCV ഗുരുവായൂർ.